ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് ഞാൻ എൻ്റെ ബൈക്കിൽ എണ്ണയില്ല, കാരണം ഇന്നലെ ഞാൻ കുറേ കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു, കുറേ ബീച്ചും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒറ്റയ്ക്കാണ് പോയിരുന്നത്. അപ്പോൾ കൂട്ടുകാരന്മാരെ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് നാളെ ഒന്ന് കറങ്ങാൻ പോയാലാണ്. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ വണ്ടിയിൽ എണ്ണയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എപ്പോഴാണ് പോകണമെന്ന്. വെളുപ്പിന് 5 മണിക്കാണ് പോകണമെന്നാണ് അവന്മാർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് രാവിലെ എണീച്ച് റെഡി ആകുമ്പോഴേക്കിന് നമുക്ക് എണ്ണ അടിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ പോണ വഴിക്ക് എണ്ണ പമ്പ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അയ്യോ, ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മൾ ഈ എണ്ണ പമ്പിൽ നിന്നാണ് ഞാൻ ഇനി അടിക്കുന്നത്. എന്തായാലും ഇവിടുന്ന് മറിച്ചിടണമല്ലോ. അതെന്താ അത് ഒറ്റ ചവിട്ടിലുണ്ടാവുള്ളൂ. അതന്നെ ഇത്രയൊക്കെ മതി. ഇതൊക്കെ മറിച്ചിടാനുള്ള പവർ നമുക്കുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ പെട്രോൾ പമ്പ് കൂടാം ഗൈസ്. അപ്പോൾ ഞാൻ പെട്രോൾ പമ്പിൻ്റെ സൈഡിലായിട്ട് അങ്ങനെ എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 6 മണി 6:30 ഒക്കെ ആവാനായിട്ടുണ്ട്. വെളിച്ചം കണ്ടിട്ട് തോണായിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിക്കണം. അയ്യോ, പേഴ്സ് കൊടുന്നില്ല തോന്നുന്നു. ഓക്കെ, പേഴ്സ് ഉണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. രാത്രി ആയിട്ടുണ്ട്. അപ്പോഴേക്കിന് റിട്ടായി മൊത്തം. ഇതാരി വിളിക്കുന്നത്. ഹലോ, നീ എവിടെ നിക്കുന്നേ? എന്താണ് കാര്യം? എന്താ എടാ നീ എവിടെ നിക്കുന്നത്? ഞാൻ പെട്രോൾ പമ്പിൻ്റെ അവിടെ. എടാ അവിടെ മറ്റേ സംഭവം എന്ത് ഹെഡ് അങ്ങനെ എന്തോ. ഞാൻ വാട്സാപ്പിൽ ഒരു ഫോട്ടോ കണ്ടത്, നോക്കി നോക്കാൻ. ഇതെന്ത് സാധനം? ഇതവനെ എഡിറ്റ് ചെയ്തുണ്ടാക്കിയത് തോന്നുന്നു ഗൈസ്. ഇതവനെ എഡിറ്റാണ്, പക്ക എഡിറ്റാണ് കേട്ടോ. ഇത് കണ്ട മനസ്സിലാവുന്നുണ്ട് ഇത് എഡിറ്റാണ്. കാരണം ഞാൻ അവനെ വിശ്വസിക്കാൻ പോകുന്നില്ല. അവൻ ഇങ്ങനത്തെ ഉഡായ്പിൻ്റെ ആളാണ് ഗൈസ്. ഇനി അവൻ പറഞ്ഞ സത്യമാണോ അല്ലെന്നൊന്നും അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ. ഇവൻ ഇവിടെ എന്നാണ് പറഞ്ഞത്, പെട്രോൾ പമ്പിൻ്റെ ആളാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നിടത്തൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇരിക്കും. നോക്കാം. ഇവിടെ എന്തായാലും ഇവിടെ ഒന്നും ഇല്ല. അതെന്താ സൗണ്ട് കേൾക്കുന്നത്? അതെന്താ ഗൈസ്? ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, ഒരു സൈറൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതെന്താ? ഇതാണ് ആ ടവർ. അവൻ പറഞ്ഞു അത് അവൻ വിട്ട ഫോട്ടോത്തിലുണ്ട്. അതെവിടേക്കാ പോയി? ഇതാണ്, ഇത് ടവറല്ലേ? ഈ റാമ്പിൻ്റെ ബാക്കിൽ ആരാ? റാമ്പിൻ്റെ ബാക്കിൽ ആരോ ഉണ്ട്. ആരോ എത്തി നോക്കുന്നുണ്ട് ഗൈസ്. ആരോ എത്തി നോക്കുന്നുണ്ട് എന്നെ. ഇത് കണ്ട എത്തി നോക്കുന്നേ. ഇതാരപ്പോൾ? ഞാൻ പോട്ടെ ഗൈസ്. അതെന്താ സാധനം എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് പോവുകയും ചെയ്ത്. അയ്യോ, അത് പുറകിലുണ്ടെന്ന് തോന്നുന്നു. അയ്യോ, അടിക്കില്ല. അയ്യോ, ഇടിച്ച് വീണ്. അയ്യോ, ഇനി പണി കിട്ടി. അയ്യോ, മുമ്പിലുണ്ടോ? ഇതെന്തൊരു കാല്? ഇതെന്താ സാധനം? അയ്യോ ഗൈസ്, അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. നമ്മളെ മോൺസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവിടെ നമ്മുടെ മോൺസ്റ്റർ എന്നെ തല താത്തി അടിക്കാൻ നോക്കിയതാണ്. പക്ഷെ അവൻ്റെ തല പോയി നേരെ ഒരു ബിൽഡിങ്ങിൽ ഇടിച്ച്. അപ്പോൾ ഞാൻ ആ ഒരു സമയം കൊണ്ട് ഞാൻ പോരാൻ നോക്കിയപ്പോൾ എൻ്റെ ബൈക്ക് സ്റ്റാർട്ടാവുന്നില്ല. അവൻ്റെ ബോധം എന്തായാലും പോയിട്ടുണ്ട്. അപ്പോൾ റോഡിക്കാരനെ കൈയാട്ടി ഓടി വാങ്ങി അങ്ങനെ പോകുന്നു ഗൈസ്. അപ്പോൾ ഈ റോഡിയാണ് നമ്മളെ കൈ കിട്ടിയിട്ടുള്ളത്. അയ്യോ, ഇത് ഇടിച്ച്. ഇതെന്താ? ഇതിന് പാർട്സ് ബലമില്ലാന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ വേറെ ഓടി എടുത്ത് വന്നിട്ടുണ്ട്. ഇതേ ഗൈസ്, സൈറൺ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ കുലുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കേൾക്കുന്നുണ്ട്. ഓ ഗൈസ്, ഇവിടെ വണ്ടി നിർത്തി മണ്ടുന്നതാണ് നല്ലത് കേട്ടോ. കാരണം എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് വണ്ടി എക്സ്ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ എന്നെ എന്തായാലും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ വണ്ടി മാറ്റുന്നത് കേട്ടോ. വലിയ ഒളിച്ചിക്ക് ഇവിടെ ഒളിച്ചെന്നാലും കാണുന്നതാണ്. ഓ ഗൈസ്, ദേ ഒരു ബുഗാട്ടിക്കാരൻ വരുന്നുണ്ട്. അവൻ്റെ വണ്ടിയുടെ പുറകിലും കണ്ട് ഒളിച്ചേക്കാം. അവനിപ്പോൾ അവിടെ സ്റ്റക്കാവാനുള്ള സാധ്യത ഉണ്ട്. അവൻ വരുന്നുണ്ട്. ദേ സൗണ്ട് കേൾക്കുന്നുണ്ട്. അയ്യോ, ദേ ബ്രിഡ്ജൊക്കെ തകർത്ത്. അയ്യോ എൻ്റെ കാറിൻ്റെ അടുത്തേക്കാന്ന് വരുന്നത്. അയ്യോ അതും ചവിട്ടി പൊളിച്ച്. ഇതെന്താ തവളക്കുഞ്ഞാ? എടാ, ആ ട്രക്ക് 2 വലിച്ച് 2ആക്കി. ഇതേ ഒരാളെ പിടിച്ച് കഴിക്കുന്നത്. തിന്ന് ഗൈസ്. ഒക്കെ കത്തിച്ചിട്ട് അവൻ പോയി. ഇതെന്താ പോലീസുകാർ എന്നെ വന്നിരിക്കുന്നത്? എടാ മോനെ, എന്റെ ഒരു കാറിന്റെ ഡിക്കിൽ ഒരു ഡൈനാമിക് ഉണ്ട്, അതുപോലെ റോപ്പുണ്ട്. അത് വെച്ച് നീ ആ സൈറൻ അറ്റാക്ക് ചെയ്തോളൂ. സാർ, അതിനെങ്ങനെ വീഡിയോക്കില്ല? അത് സൗണ്ട് ഉണ്ടാക്കി ആകെ സീനാകും. അതൊന്നും ശരിയല്ല, നീ വേഗം വിട്ടു. ഓക്കെ സാർ. ഗൈസ്, നമ്മളെ കയ്യിൽ അങ്ങനെ ഡൈനാമിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ റോപ്പുണ്ട്. ഇത് വെച്ചാണ് നമ്മൾ അതിന് പണി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് എനിക്കൊരു ലൊക്കേഷൻ കിട്ടിയത് കേട്ടോ. അവിടെ 2 തെങ്ങുണ്ട്. അപ്പോൾ നല്ല ഹൈറ്റിൽ വളർന്ന തെങ്ങ് ആയതുകൊണ്ട് നമുക്ക് അതന്നെ അത് പിടിച്ച് കെട്ടിയായ്മേ. ഇതുപോലെ ഞാൻ കെട്ടിയിട്ടുണ്ട്. ഡൈനാമിറ്റ് അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ സൈറൺ നമ്മുടെ കയറിൽ വിൽക്കും. അങ്ങനെ ആ ഡൈനാമിറ്റ് വന്ന് വിൽക്കുമ്പോൾ അത് പൊട്ടിത്തെറിക്കാനാണ് നമ്മളെ പ്ലാൻ. അപ്പോൾ ഇത് സൈറൺ വരാനുള്ള ട്രിക്കാണ്. അപ്പോൾ ഈ ഒരു കാർ ഞാൻ പൊട്ടിത്തെറിപ്പിക്കാൻ പോവുകയാണ്. ഓക്കെ, പൊട്ടിത്തെറിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സൈറനും കാര്യങ്ങളും ഇപ്പോൾ വരുമായിരിക്കും, പ്രതീക്ഷിക്കാം. വരുമായിരിക്കും. സൈറൻ ഇങ്ങനത്തെ സൗണ്ടൊക്കെ കേട്ടാൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ കാർ പൊട്ടിത്തെറിപ്പിച്ചത്. ഓക്കെ, വരുന്നുണ്ട്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാം. അവൻ മണ്ടിയിട്ടാണ് വരുന്നത്. ഇതെന്താണ് ഇങ്ങനെ കുലുങ്ങുന്നത്? ഈ സൗണ്ട് മണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു.
ഓക്കെ ഗൈസ്, ദേ റോപ്പും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ദേ വരുന്നത്. ഓ ദേ നമ്മളെ ഡൈനാമിറ്റും സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി അവൻ തടഞ്ഞ് വീണാൽ മാത്രം മതി. ഓക്കെ, അവൻ നടന്നെത്തി. ഓക്കെ, തടഞ്ഞ് ഓ പൊട്ടി തെറിച്ച് ഗൈസ്. അങ്ങനെ നമ്മുടെ സൈറൻ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട്. ഗൈസ്, അങ്ങനെ രക്ഷപ്പെട്ട് ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. ഓക്കെ, സൈറനും കാര്യങ്ങളും അങ്ങനെ പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഡൈനാമിറ്റിൻ്റെ സൗണ്ടും കാര്യങ്ങളും നല്ല രീതിക്കൊന്നും ഇല്ലെങ്കിലും ഞാൻ പ്രതീക്ഷ എത്ര ഒന്നുമില്ല. ഈ ഒരു തെങ്ങാണ് നമ്മളെ സഹായിച്ചത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ശരി, സബ്സ്ക്രൈബ് ചെയ്യാത്തൊട്ടടുത്ത് കാണുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ.